ഇനി രാവിലേക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കേട്ടോ. ഒരു 2-3 ഗ്ലാസ് നല്ല റേഷനരി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇതുപോലെ അങ്ങോട്ട് ഇട്ടിട്ട്, ഇനിയിപ്പോൾ ചെറിയ ഉള്ളി തൊലിച്ചുണ്ടാക്കാനൊക്കെ മടിയുള്ള ആളുകളുണ്ടെങ്കിൽ ഒരു വലിയ ഉള്ളി എടുത്തിട്ട് അതിൻ്റെ പകുതി ഭാഗമൊക്കെ ഇട്ടിട്ട് ഇതേപോലെ അങ്ങോട്ട് ചെയ്ത് നോക്കിയാണ്. പിന്നെ നിങ്ങൾ റേഷൻ പിടിയിൽ നിന്ന് അരി ഒരാഴ്ചത്തും കൂടി ഏറെ തരുമോ എന്ന് ചോദിക്കും. പിന്നെ അതുമല്ല, ഇത് ഉണ്ടാക്കിയാൽ നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ച് വാങ്ങുകയും ചെയ്യും. അത്രക്കൊരു വെറൈറ്റി ആയിട്ടുള്ള, എന്താ ഇപ്പം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ്. പിന്നെ ഇത് ഉണ്ടാക്കാനാണെങ്കിൽ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണ്, നമുക്ക് ഈ ഒരു അരി രണ്ട് ഗ്ലാസ് എടുത്തുക്കാണ്ട് രാത്രിയിൽ വെള്ളത്തിലിട്ടിട്ട് രാവിലെയാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രാത്രിക്കത്തെ ചോറൊക്കെ കഴിഞ്ഞിട്ട് വേഗം അങ്ങോട്ട് 2 ഗ്ലാസ് അരി എടുത്തുകാണ്ട് വെള്ളത്തിലിട്ടോളി. ഇനി പച്ചരി കൊണ്ടുള്ള പരിപാടിയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇതുപോലെ റേഷനരി വാങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങും ചെയ്യാം. ഇനിയിപ്പോൾ റേഷനരി തന്നെ വേണമെന്നില്ല, പീടിയിൽ നിന്ന് വാങ്ങിയ അരിയാണെങ്കിലും നല്ല ഉണ്ടക്കനരി വേണ്ട കേട്ടോ. നല്ല താളനരി ഉണ്ടാവുമല്ലോ, തളിച്ചാ വീണ അരി, അത് വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനൊരു 2 ഗ്ലാസ്, എനിക്കിപ്പം ഇവിടെ വീട്ടിൽ അത്യാവശ്യം കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും ഈ ഒരു 2 ഗ്ലാസ്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തയ്യാതെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ. കാരണം ഈ ഒരു അരിക്ക് നമുക്ക് അത്യാവശ്യം നല്ലോണം പൊതിർച്ച വേണം. അതിൻ്റെ പേരിലാണ് ഞാൻ രാത്രിയിൽ തന്നെ ഇത് വെള്ളത്തിട്ടത്. അതുപോലെ തന്നെ നിങ്ങൾ രാത്രിയിൽ വെള്ളത്തിട്ട് അതിൽ നമുക്കൊരു 6-8 മണിക്കൂറോളം നമുക്കിത് നല്ലോണം കുതിർന്ന് കിട്ടും. അപ്പോൾ മൂടിയൊക്കെ വെച്ച് ഞാൻ രാവിലെ തുറന്ന് നോക്കുമ്പോൾ ഇത് കണ്ടോടി, നമ്മൾ ആ ഒരു 2 ഗ്ലാസ് ഇട്ടതൊക്കെ ഒരു 3 ഗ്ലാസോളം ആയിക്കണേ, നല്ലോണം കുതിർന്നൊക്കെ വന്ന്. പിന്നെ നമ്മൾ സാധാരണ പച്ചരി വെള്ളത്തിട്ടിട്ട് കഴുകുന്ന പോലെ അത്ര അങ്ങോട്ട് നല്ല ഊറലൊന്നും ഉണ്ടാവില്ല. ഇതിന് നല്ല നേർമ തെളിഞ്ഞിട്ടുള്ള ഊറലേ ഉണ്ടാവുള്ളൂ. എന്നാലും ഇതിൽ 2-3 പ്രാവശ്യമൊക്കെ അങ്ങോട്ട് കഴുകിയെടുത്തോളിട്ടോ. കാരണം റേഷൻ കടയുടെ അരിയല്ലേ, അതിൽ കുറച്ച് കരടും കുറുമ്പും പുല്ലും ചെള്ളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു റേഷൻ കടയുടെ അരി എന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് പുല്ലുമെല്ലാം ഇല്ല, നല്ല വൃത്തിയുള്ള അരി തന്നെയാണ്. എന്നാലും ഞാനിതൊരു 2-3-4 പ്രാവശ്യം നല്ലോണം കഴുകിയത്ത വെള്ളമൊക്കെ ഒന്ന് അങ്ങോട്ട് ഊറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഈ ഒരു അരി അരഞ്ഞു കിട്ടാൻ നമ്മൾ സാധാരണ പച്ചരി അരക്കണ പോലല്ല, അരഞ്ഞു കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാനില്ല. പക്ഷെ ഇത് ഒരുപാട് അങ്ങോട്ട് അരയും വേണ്ട, ചെറിയ ചെറിയ തരികളോട് കൂടിയാണ് ഇത് നമ്മൾ അരച്ചെടുക്കുന്നത്. എന്നാലും നല്ല മൂർച്ചുള്ള ജാറൊക്കെ നിങ്ങളെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ വലിയ ജാറന്നെ അങ്ങോട്ട് എടുത്തോളൂ. ഇതിൻ്റെ ജാറ് കുറച്ച് മൂർച്ചം കുറവായതിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ ഈ ചെറിയ ജാർ എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മളൊരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് 1-1.5 പിടുത്തത്തോളം അരി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് അരിയേണ്ട, ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറിയ തരികളൊക്കെ വേണമെന്ന്. അപ്പോൾ ഏതായാലും ഞാൻ മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 5-8 മണിക്കൂർ കുതിർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അരിഞ്ഞൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ചെറിയ ജാറിൽ നമുക്ക് സിമ്പിളായിട്ട് അരിഞ്ഞ് കിട്ടും ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല മൂർച്ചുള്ള ജാറാണെങ്കിൽ മുഴുവനായിട്ട് ഒറ്റയടിക്ക് തന്നെ അരച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇത് 2-3 പ്രാവശ്യമാക്കിയിട്ടാണ് അരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ അരി നല്ലോണം കുതിർന്നുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ വെച്ചിട്ടാണ് ഓരോ അരവ് അരച്ചത്. അപ്പോൾ നിങ്ങളുടെ മിക്സിൻ്റെ ജാറിൻ്റെ മൂർച്ചത്തിനൊക്കെ അനുസരിച്ചിട്ട് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തോളൂ കേട്ടോ. ഏതായാലും നല്ല ഈ ഒരു തിക്കിലാണ് നമുക്ക് ഈ ഒരു ബാറ്ററി കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിവിടെ നിൽക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതാ ഇതുപോലൊരു കടായി അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ. വെളിച്ചെണ്ണ ഓയിലോ കുഴപ്പമില്ല, പക്ഷെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ രുചി കിട്ടുന്നത്. അപ്പോൾ ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 4-5 ചെറിയ ഉള്ളി, വലിയുള്ളിയല്ല ചെറിയ ഉള്ളി തന്നെ ഞങ്ങൾ മസ്റ്റായിട്ട് എടുക്കുക. ആ ചെറിയ ഉള്ളി അരിയല്ല കേട്ടോ വേണ്ടത്, ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. നമ്മൾ ഇഞ്ചി അതൊക്കെ കുത്തിയെടുക്കുന്ന ആ ഒരു അരലുണ്ടല്ലോ, അതിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് കുറച്ചൊന്ന് മൂക്കട്ടെ. അതുവരെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മൂത്തേന്ന് കാണുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒരു 3 അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി ആയതുകൊണ്ട് ഞാൻ
വലിയ വലിപ്പമില്ല, ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു തക്കാളി നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചാൽ വേഗം ഇത് നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചു. ഇപ്പോൾ ഇതാ തുറന്ന് നോക്കുമ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്പാച്ചില വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു ചട്ടകം വെച്ചിട്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നല്ല പോലെ ഒന്ന് പ്രസ്സായിട്ട് ചതഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചതച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി ഇങ്ങനെ വേറെ ആയിട്ടിരിക്കും. അതിൻ്റെ പേരിലാണ് ഞാൻ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുന്നത്. ഇത് നമ്മൾ കുറച്ച് സമയം മൂടി വെച്ചതുകൊണ്ട് തന്നെ നല്ലോണം സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വേഗം തന്നെ ഇതുപോലെ ആയിട്ട് കിട്ടും. ഇനി ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് സ്പൈസസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ലേശം അളവിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂണ് നല്ല അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയും പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നിങ്ങൾ കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് ലേശം 1/4 ടേബിൾ സ്പൂണോളം ഉലുവ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറിയെന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി കൊടുക്കട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് ആദ്യം തന്നെ ഫ്ലെയിം കൂട്ടരുത്, കാരണം ഈ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറിയിട്ട് പിന്നെ നമ്മൾ വിചാരിച്ച ആ ഒരു ഇതൊന്നും കിട്ടൂല. അപ്പോൾ ഈ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ലേശം ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പുളിയാണ്. അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ ആദ്യമേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നല്ലോണം കുതിർന്നൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിത് നല്ലോണം കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഒരു പുളിൻ്റെ എല്ലാ ഒരു പുളിവെള്ളം ഫുള്ളായിട്ട് അതിമത്തെ എല്ലാം ഇങ്ങോട്ട് പോന്നിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ച് സമയം വെള്ളത്തിട്ടുള്ള ഗുണമാണത്. അപ്പോൾ ഞാനിതിൽ പിഴിഞ്ഞ് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ, ലേശം ഒരു ഉപ്പിൻ്റെ കുറവുണ്ടേനി കേട്ടോ. അപ്പോൾ അതിൽ ലേശം ഉപ്പിട്ട് കൊടുത്തിനി, എന്നാലും കുറച്ചും കൂടെ ഈ ഒരു പൊടികളൊക്കെ ചേർന്നുകൊണ്ട് തന്നെ കുറച്ച് ഈ പുളിയൊക്കെ ചേർന്നപ്പോൾ ഉപ്പില്ല. അപ്പോൾ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഫ്ലെയിം പറ്റ കുറച്ചിട്ട് ഒന്ന് മൂടി വെച്ചിക്കണേ. ഈ ഒരു സമയം നമുക്ക് എന്ത് ചെയ്യണം, ഒരു മിക്സിയുടെ നമ്മൾ അരി അരച്ച മിക്സിൻ്റെ ജാർ തന്നെ ഉണ്ടല്ലോ, അത് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് ലേശം തേങ്ങ, ഒരു 1/4 മുറി തേങ്ങ ചിരകിയതും പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി വേണമെന്നൊന്നുമില്ല. പക്ഷേ നല്ല ജീരകത്തിൻ്റെ പൊടി എൻ്റെ അടുക്കലുള്ളൂ, അതുകൊണ്ട് ഇട്ട് കൊടുത്താട്ടോ പൊടി. ഇതിലേക്ക് നമുക്ക് ഏറ്റവും നല്ലത് തന്നെ പൊടി അല്ലാതെ നല്ല ജീരകം ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ജീരകം ഞാൻ പിന്നെ പൊടി ഇട്ട് കൊടുക്കുക തന്നെ. അങ്ങനെ ഞാൻ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വലിയ ഉള്ളിൻ്റെ പകുതിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതിയാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മാവിലേക്ക് ഇത് നല്ലോണം അങ്ങോട്ട് കൈ കൊണ്ട് വടിച്ചെടുക്കുക. കാരണം ആ ഒരു അരി അരച്ച പാത്രത്തിലായതുകൊണ്ട് തന്നെ ആ അരിപ്പൊടിയും ഈ ഒരു കൂട്ടും എല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. അതൊക്കെ കൈ കൊണ്ട് ഞാൻ വടിച്ചിങ്ങോട്ട് എടുത്തിക്കണം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ഉപ്പ്, നമ്മളിപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ മസാലയിലൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഈ അരിപ്പൊടിയിൽ അരി അരച്ചിയിലും ഒന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടെ കഴിഞ്ഞിട്ടാക്കാം നമുക്ക് ഉപ്പിട്ട് കൊടുക്കല്. അപ്പോൾ ആ ഒരു അരിപ്പൊടിയിലേക്കും ഈ ഒരു തേങ്ങയും ജീരകവും എല്ലാം കൂടി അരച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്കും പിന്നെ ആ അരി അരച്ചിട്ടുള്ളതേക്കും എല്ലാം കൂടി ഏകദേശം അത്യാവശ്യം ഉപ്പിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തോളി. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ കണക്കിൽ നിങ്ങൾ ഇട്ടുണ്ടാവും. ഉപ്പിൻ്റെ കാര്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഉണ്ടാവുക. ചിലർക്ക് തോനെ ഉപ്പ് വേണ്ടി വരും, ചിലർക്ക് കുറച്ച് ഉപ്പ് മതിയാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് യോജിപ്പിച്ചിട്ടേ ഉള്ളൂ, ഒരുപാട് അങ്ങോട്ട് കുഴക്കാനോ ഒന്നും നിൽക്കണ്ട.
അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വാഴയില വേണം കേട്ടോ. ഇനിയിപ്പോൾ വാഴൻ്റെ ഇല കിട്ടാൻ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണെന്നുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു കവർ എടുത്തോളി, കുഴപ്പമൊന്നുമില്ല. പിന്നെ പൊടിയന്നിൻ്റെ ഇല പറ്റും, വാഴൻ്റെ ഇല പറ്റും. ഞാനിപ്പം വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ലേശം വെളിച്ചെണ്ണ അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് അവിടെ ഇങ്ങനെ ഇതാക്കി കൊടുക്കട്ടോ. ആ വാഴൻ്റെ ഇലയിൽ കുറച്ച് വെളിച്ചെണ്ണ. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു വലുപ്പത്തിലുള്ളൊരു ബോൾ എടുത്തിട്ട് അതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി, ഒരുപാട് വലുപ്പമൊന്നും വേണ്ട, എന്നാൽ ഒരുപാട് കട്ടിയും വേണ്ട. ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. കണ്ടോളി, പെട്ടെന്ന് പരിപാടി ചെയ്യും കേട്ടോ. ഒരു പപ്പടത്തിൻ്റെ വലിപ്പമേ പാടുള്ളൂ, അതിൽ കൂടാൻ പാടില്ല. ഒരു പപ്പടത്തിൻ്റെ വലിപ്പം ഒരു 1/4 ഇഞ്ച് കനത്തിലാണ്. അപ്പോൾ അതിന് എത്രത്തോളം മാവ് വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഒരു ചെറുനാരങ്ങൻ്റെ വലിപ്പത്തിലുള്ള മാവ് എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഏതായാലും മക്കളെ ഇവിടെ നല്ലൊരു സംഭവം നടന്നിട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാമറ അങ്ങോട്ട് ഓഫാണ് ഇനി. അപ്പം എന്താ ബാറ്ററി ചാർജൊക്കെ കഴിഞ്ഞതാ. അപ്പം ഞാൻ ഏതായാലും ഇനിയിപ്പോൾ ബാറ്ററി കുത്തിവെച്ച് കാണണ്ടേ, ഇനിയിപ്പോൾ ബാറ്ററി ചാർജ് ആവോളം കാത്തിരിക്കാൻ വയ്യല്ലോ. രാവിലല്ലേ എല്ലാവർക്കും ചായ എടുക്കാൻ ടൈം ആയി വരികയാണ്. അപ്പം ഞാൻ കുറേ അങ്ങോട്ട് പൊരിച്ചതിന് ശേഷം ബാറ്ററി ചാർജൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് ഇട്ടത്. അപ്പം അങ്ങനെ ചാർജൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചാർജൊക്കെ കയറി ഞാൻ ട്രൈപോഡിലൊക്കെ ഇങ്ങനെ ക്യാമറയൊക്കെ കയറ്റി ആയപ്പോഴേക്കും ഒരാൾ നല്ലോണം കളർ അങ്ങോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. കുറച്ചൊന്ന് ഇതൊക്കെ ആയിണ്. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടെ ഉള്ളൂ. കുറച്ചൊന്ന് മുരിഞ്ഞൊക്കെ വരുമ്പോഴേക്കും. അപ്പോൾ നമുക്ക് ഇത്ര അങ്ങോട്ട് മുരിയണ്ട, നമുക്കൊരു മീഡിയം സൈസിലുള്ള മുരിച്ചിൽ മതി. അപ്പോൾ നമ്മളിത് ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഈ ഇലയിലൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ടാണെങ്കിൽ ഇത് ഈ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താലുണ്ടല്ലോ എൻ്റെ പൊന്നോ, എന്ത് സ്പീഡിലാണ് ഇതിങ്ങോട്ട് പൊങ്ങി വരുന്നത്. നല്ലോണം പൊള്ളച്ച് പക്കുറായിട്ടാണ്ടത് കിട്ടണത്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളിത് പൊരിച്ചെടുക്കണത് എന്താ പറയുക, ഓയിലാണ്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇതുപോലുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ ഏറ്റവും നല്ലത് ഓയിലാണ്. അപ്പോൾ നമുക്ക് നല്ലോണം ഈട് നിൽക്കുക ഓയിൽ. വെളിച്ചെണ്ണ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വറ്റിപ്പോവും. പക്ഷെ ഇതിന് എണ്ണ കുടിക്കുന്ന യാതൊരു പരിപാടി ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അരി നമ്മൾ തരിയോടുകൂടി പൊടിച്ചെടുത്തതുമാണ്. പോരാത്തിന് അരിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് നല്ല ഒരു തുള്ളി എണ്ണ കുടിക്കാതെ എന്താ നല്ല മുരിച്ചിലും ഒക്കെയാണ് ഇട്ടത്. അപ്പോൾ ഏതായാലും കൊണ്ട് നോക്കിയാണി അത് കുറച്ചൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നല്ലൊരു കറി വേണ്ടതിലേക്ക്. ഇനിയിപ്പോൾ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല ഒരു 2-3 ഞാൻ കഴിച്ചു. ഈ കറിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ കഴിച്ചു. കാരണം ഇതിൻ്റെ ആ ഒരു സ്മെല്ല്, ആ ഒരു വല്യുള്ളിയും നല്ല ജീരകവും എല്ലാം കൂടെ ചേർന്നിട്ട് ആ തേങ്ങയും എല്ലാം കൂടെ ചേർന്നിട്ട് ഇങ്ങനെ നിങ്ങൾ പൊരിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എന്താ സ്മെല്ല്. ഞാൻ കഴിച്ചു. ഏതായാലും ഇവിടെ നോക്കിയാണെങ്കിൽ അതിലേക്ക് നല്ലൊരു അടിപൊളി കറി. ബത്തല്, നമ്മുടെ അവിടെ ഇതിന് ബത്തല് എന്നിട്ട് പറയലേ. ചില നാട്ടിലൊക്കെ ഇതിന് നത്തോലി എന്നൊക്കെ പറയുന്ന നാടൊക്കെ ഉണ്ട്. അപ്പോൾ നത്തോലി എന്ന് പറയുന്ന നാടൊക്കെ ഉണ്ടെങ്കിൽ, നാട്ടിലുള്ളവരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളെ വീട്ടിൽ നത്തോലി എന്നാണ് പറയില്ല, അല്ലെങ്കിൽ ബത്തല് എന്നാണ് പറയുന്നൊക്കെ. അപ്പോൾ അല്ലെങ്കിൽ നാട്ടിലും പലതല്ലേ പറയുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും പല നാട്ടിലും. നിങ്ങളുടെ നാടിൻ്റെ പേരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഞങ്ങൾ ഈ കണ്ണൂർ ഇതാ പറയല്, കോഴിക്കോട് ഇതാ പറയല്, മലപ്പുറത്ത് ഇതാ പറയല്, അങ്ങനെ ഓരോ നാടിന് പേര് പറഞ്ഞിട്ട് പാലക്കാട്, അങ്ങനെ പല നാട്ടിൽ നിന്നും വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഈ നാട്ടിൽ ഇതാ പറയുന്നതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ ഒരുപാട് പേർക്ക് പ്രചോദനമാവുന്നത്. ഓരോ നാട്ടിലും മീനിൻ്റെ പേര് പലതും അല്ലേ. അപ്പോൾ ഏതായാലും ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ബത്തലൊക്കെ ഇതിക്കിട്ട്. പിന്നെ ബത്തലൊക്കെ നമ്മൾ ചാറക്കുമ്പോൾ എന്താ പറയുക, ഇന്ന തൊടലി എന്നും പറഞ്ഞിട്ടാണ്. കയ്യിലിട്ടൊന്നും ഒരുപാട് ഇളക്കരുത്. അതുപോലെ തന്നെ ഇത് തിളച്ച് വരുന്ന കുറച്ച് കഴിഞ്ഞിട്ട് ഈ മസാലയൊക്കെ ഈ തക്കാളി ഇതിലൊക്കെ പിടിച്ചതിന് ശേഷം ഈ ഒരു മീനൊക്കെ ഇട്ട് ഒറ്റ തുള്ളിയിട്ട് ഇങ്ങോട്ട് വാങ്ങി വെക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല ഒരു മീനിൻ്റെ കറക്റ്റ് രുചി കിട്ടുക. അങ്ങനെ കറി നല്ല അടിപൊളി ഒരു വെറൈറ്റി രുചിയിലുള്ളൊരു കറിയാണ് കേട്ടോ. ആ ഒരു ഉലുവയും ചെറിയുള്ളിയും വെള്ളുള്ളിയും ഇഞ്ചും എല്ലാം ചേർത്തിട്ടുള്ള ആ ഒരു കറി ഉണ്ടല്ലോ, ഒരുപാട് എരിവുമില്ല. അങ്ങനെയുള്ള ആ ഒരു കറി തേങ്ങ ഒന്നും അരക്കാത്ത നല്ലൊരു കുഞ്ഞു മുളകിട്ട കറിയാണ്. അതും ഇതിൻ്റെ കൂടെ നല്ലൊരു കോംബോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് മീനും വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഇനിയിപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിലും ബീഫൊക്കെ ആണെങ്കിലും ഉഷാർ തന്നെയാണ്. ഏതായാലും ഇതങ്ങനെ ചപ്പിയൊന്നും പോകില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു പലഹാരം ചപ്പിയൊന്നും പോകണില്ല. അപ്പോൾ ഇതും കൂട്ടിയിട്ട് ഇങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്.
ഇതുണ്ടല്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരട്ടെ. ഇത് കണ്ടാണി ഇതുണ്ടുള്ളി. ഒരിത്തിരി സ്ഥലം പോലും ഇല്ല പൊങ്ങാൻ ബാക്കി. എല്ലാ ഭാഗവും നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. എന്നാൽ എണ്ണ തീരെ കുടിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചുട്ടെടുക്കട്ടോ. അപ്പോൾ എണ്ണയിൽ പൊരിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു മാവ് എന്ത് ചെയ്യുക, ഒരു ഇലയിൽ പത്തിരി ഉണ്ടല്ലോ, അത് നമ്മുടെ പത്തിരിക്കല്ലിൽ വെച്ചിട്ട് ചുട്ടെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. കാരണം എന്താ അറിയോ, നമ്മൾ അധികം പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ എന്താ ഈ നെയ്യൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അരി അരച്ച് മുമ്പൊക്കെ അമ്മിമേലിട്ടിട്ട് അരച്ചിട്ടൊക്കെ ഈ ഒരു പത്തിരി ചുട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കത് ചുട്ട് ഇനിയിപ്പോൾ നെയ്യൊന്നും പറ്റാതെ തന്നെ ചുട്ട് കൊടുത്താൽ നല്ല രസമാണ്. നമ്മൾ പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കുന്ന പോലല്ല, ഈ റേഷൻ അരി സാധാരണ ചോറ് വെക്കുന്ന അരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചിയാണ്. അപ്പോൾ ഈ ചോറൊക്കുന്ന അരി കൊണ്ട് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അധികം ആളുകളിത് അറിഞ്ഞു കിട്ടൂല മിക്സിൻ്റെ ജാറിൽ എന്നുള്ള പേടിയുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി, ഈ ഒരു ഫുഡ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇത് ഒരുപാട് അരയരുത്. ചെറുതായിട്ട് തരികളൊക്കെ വേണം. അപ്പോൾ ആ ഒരു തരിയിലാവുമ്പോൾ തന്നെ അറിയാത്ത ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ അമ്മിമ്മലൊന്നും വെച്ച് അരക്കണ്ടല്ലോ. അപ്പോൾ അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നു. മധുരടാതെ ചായ കുടിക്കാറ് നല്ല രസമാണ് മധുരടാതെ ചായ കുടിക്കാൻ. അപ്പോൾ നോക്കിയാണ് ഇതിങ്ങനെ ഓരോ എള്ളറ്റ് വെതരെ പോലെ ഉണ്ടല്ലോ, അത് എന്താ പറയുക, കുറേ സമയം മുരിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തരി ഉണ്ടല്ലോ, അതിങ്ങനെ പുറത്തേക്ക് പൊന്തിയതാട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുടെ അസ്സലാമു അലൈക്കും.